ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ നെക്സ്റ്റ് പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ആ സാധനം ഇതാ കണ്ടോളി. ഒരു ടോയ് ട്രെയിനാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. നല്ല രസത്തിൽ കളിക്കാൻ പറ്റിയൊരു സാധനമാണിത്. എന്താ അല്ല കഥ ഇതപ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ റെയിലൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ നിലത്തൊന്നും ഓടിച്ച് കളിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിലത്ത് കൂടിയൊക്കെ പോവും, എന്നാലും നിലത്ത് കൂടി ഓടിക്കണ അത്ര നല്ലല്ല. വേണമെങ്കിൽ സാധനം കേട്ടറിയാൻ സാധ്യതയുണ്ട്. അത്രയുള്ളൂ. ടയർ വേണമെങ്കിൽ വരുതി കേട്ടിരും. പക്ഷെ ഇതിൻ്റെ ഒപ്പമുള്ള റെയിൽ ഓട്ടുകയാണെങ്കിൽ അങ്ങനെ കേട്ടിട്ടൊന്നും ചെയ്യാം. പിന്നെ പറഞ്ഞ കേട്ടില്ല. അപ്പോൾ ഈ റെയിലൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊള്ളി കേട്ടോ. ഇങ്ങനെ ഓരോ റെയിലൊക്കെ ഇങ്ങനെ എടുത്താൽ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇതാ ഒരു 2 സാധനങ്ങളുണ്ട്. ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഈ പെട്ടിമത്തന്നെ ഒക്കെ പറഞ്ഞിട്ട്, ഈ ട്രെയിനിൻ്റെ പെട്ടിമത്തന്നെ പറഞ്ഞാണ്. അതിനിപ്പോൾ ഞാൻ നേരിട്ട് കാണിച്ചാൽ നേരം വെക്കണ്ടല്ല വെച്ചിട്ടാണ് കാണിച്ചത്. ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ആണി പോലത്തെ സാധനം ഉണ്ട് കേട്ടോ എല്ലാ റെയിൽമേയും. അതെന്താണ് ഒരു റെയിൽമ ഒരു ഓട്ടിൻ്റെ അപ്പുറത്ത് ആണി ഉണ്ടാവും. ഇപ്പുറത്തെ റെയിൽമുള്ള ആണി അപ്പുറത്തെ റെയിൽമുള്ള എന്താണ് ഓട്ടയിൽ കുത്തുക. അപ്പോൾ ഇപ്പുറത്തെ റെയിലിലുള്ള ആണി അപ്പുറത്തെ റെയിലുള്ള എന്താണ് ഓട്ടയിലും കുത്തിപ്പോവും. അങ്ങനെ റെഡിയാക്കണത്. അങ്ങനെ എല്ലാ റെയിലും ഫിറ്റ് ചെയ്യണം കേട്ടോ. അതെ, ബോഗി അങ്ങനെയല്ല കേട്ടോ ഫിറ്റ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ബോഗി അങ്ങനെയല്ല ഫിറ്റ് ചെയ്യാണ്. ഇപ്പോൾ റെയിലൊക്കെ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പെട്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് എങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ. ഇതാ കണ്ടോ, ഇത് ടോയോസാണ്. ഇത് പിന്നെ ബാറ്ററിൻ്റെ ഒരു സാധനം ഉണ്ടാവും, ബാറ്ററി ഓപ്പൺ. അതിന് മുകളിലുള്ള ഒരു ഇതുണ്ട്, ഒരു സ്കൂറുണ്ട്. ഇത് റെയിൽ കേട്ടോ. അതിന് ആ ട്രെയിനിൻ്റെ ഏറ്റവും മുന്നത്തെ ബോഗി ചെയ്യാം, ലോക്കോ പൈലറ്റൊക്കെ ഉള്ള ആ ബോഗിയിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഇതുണ്ട്. എന്താ പറയുക, ഒരു സ്കൂറുണ്ട്. ആ സ്കൂർ വെച്ചാൽ ഇതിൽ 2 ബാറ്ററി ഇടാൻ പറ്റും. എങ്ങനത്തെ ബാറ്ററിയാണെന്ന് ഇപ്പോൾ നെസ്റ്റോയിൽ പോയ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ട്രെയിൻ കൊണ്ട് കൊടുത്താൽ മതി എങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിടും. അങ്ങനെ ഇത് ബോഗി ഫിറ്റ് ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. ചെറിയ ബാറ്ററി അല്ല, നമ്മുടെ സാധാ ബാറ്ററിയാണ്. ക്ലോക്കിനൊക്കെ ഇടണം. 10 രൂപേൻ്റെ ബാറ്ററിയാണ്. അങ്ങനെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ കസ്റ്റമർ കെയറിൽ പോയി ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നന്മയാണ് കേട്ടോ. ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെ കുറച്ചൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെയാണ് അറിഞ്ഞത്. നെക്സ്റ്റോയിൽ എടുത്തിട്ട് അങ്ങനെ കസ്റ്റമർ കെയറിൽ പോയപ്പോഴാണ് ഈ ബോഗികളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിന് ഓണാക്കലാണ് പരിപാടി. പക്ഷെ ഇത് നല്ലപോലെ ഫിറ്റ് ആയിട്ട്, ഇത് ഫിറ്റ് ഇച്ചിരി പാടാണ്. അപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓടിക്കാല. ഇത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇപ്പോൾ തന്നെ ഓടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനായി സ്റ്റഡി ടേബിളിനെ ക്ഷണിക്കുന്നു. കണ്ടടേ സ്റ്റഡി ടേബിൾ അപ്പോൾ റെയിൽവേ സ്റ്റേഷനായി വരികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഊന്നിയിരുന്നു. ഇപ്പോൾ സ്റ്റഡി ടേബിൾ എടുത്ത് റെയിൽവേ സ്റ്റേഷനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റഡി ടേബിളിൻ്റെ അടിയിലുള്ള തണലാണ് റെയിൽവേ സ്റ്റേഷൻ. അത് ഞങ്ങൾക്ക് ഒരു ഹോബിയാണ്.